ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നേരെ ചാലക്കുടിക്കാണ് പോകുന്നത്. ചാലക്കുടിയിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ നമ്മൾ അതിരപ്പള്ളി പോകും. അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ ആ റൂട്ടാണ് നാളെ പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചാലക്കുടി സ്റ്റേ ചെയ്യും. ഇപ്പോൾ സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഇത് നമ്മളൊരു ബൈക്ക് ട്രിപ്പാണ്. അപ്പോൾ ബൈക്ക് ട്രിപ്പ് ആകുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് അതിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ 2 ഫ്രണ്ട്സ് അവരുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അവരുടെ ഫാമിലി അല്ല, നമ്മൾ ടോട്ടൽ 2 ഫ്രണ്ട്സും അവരുടെ വൈഫും, അങ്ങനെ ടോട്ടൽ 6 പേരായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്യൂപിഡ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീറ്റർ റീഡിങ് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയുടെ അവസാനം നമുക്ക് ഒന്നുകൂടെ മീറ്റർ റീഡിങ് കാണിക്കാം. അപ്പം ഏകദേശം എത്ര കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്നത് MC റോഡ് വഴിയാണ്. അപ്പോൾ ഇനി പെട്രോൾ അടിക്കണം. പെട്രോൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം പോവാം. ഇതിൽ വോയിസ് എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയുന്നില്ല. നമുക്ക് ട്രൈ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ പുതിയ മെത്തേഡിലാണ് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആയിട്ട് വരും എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. കാരണം ഇതിൻ്റെ ഔട്ടെടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിൽ വോയിസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും. വോയിസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി 4 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ട്രിപ്പിൽ എത്ര മണിക്ക് നീ വരാമെന്ന് പറഞ്ഞത്? മണി 5:30 അവിടെ എത്തുമ്പോൾ 1 മണിയാവും. പിന്നെ വീണ്ടും ഒരു റൂമും കൂടെ എടുക്കേണ്ടി വരും. നന്ദുവിന്റെ വണ്ടിയിൽ വെച്ച പുതിയ സീറ്റ് കാണിക്കാം. ഇത് എത്ര രൂപയായി? ഇത് 1000 കിടക്കാം. പാലക്കാടെന്ന് ഞാൻ കവടികാറിൽ വെച്ച് എടുക്കാനൊക്കെ ഉണ്ട്. അതുപോലെ കൊണ്ട് കിടക്കണം. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ് പുള്ളി നമ്പരൊക്കെ തന്ന് പാലക്കാട് അവിടെ വിളിച്ച് കൊറിയർ ചെയ്ത് വാങ്ങിച്ചതാ. വണ്ടി സെറ്റായിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതായിരിക്കുന്ന, നന്ദുവിൻ്റെ വണ്ടി ഇതായിരിക്കുന്ന, ലാലുവിൻ്റെ വണ്ടി അവിടെ. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ബേക്കറി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോവാം. അയ്യോ, ബേക്കറി ജംഗ്ഷൻ പമ്പ് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണല്ലോ. പമ്പ് ക്ലോസ് അടി. ഓ, വട്ടത്ത് നമ്മളങ്ങനെ പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ബേക്കറി ജംഗ്ഷൻ പമ്പിൽ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബേക്കറി ജംഗ്ഷൻ പമ്പ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വേറൊരു പമ്പ് കണ്ടുപിടിക്കണം. നമ്മളെന്തായാലും ഫുൾ ടാങ്ക് അടിക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പമ്പിൽ അടിച്ചിട്ടേ കാര്യമുള്ളൂ. നല്ല പമ്പ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു വിശ്വാസം, അത്രയേ ഉള്ളൂ. എവിടെ നിന്ന് അടിക്കാം? ഓ, ഇനിയിപ്പോൾ പോട്ടെ. എന്തു പറ്റി? ഓ, അത് ഇന്ത്യൻ ഓയിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഓയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഭാരത്. നമ്മളിപ്പോഴത്തെ മെയിൻ പ്രശ്നം ഏത് പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളിവിടുത്തെ പട്ടത്തുള്ള ഭാരത് പെട്രോളിയത്തിൽ നിന്ന് അടിക്കാമെന്നുള്ള നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പമ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും അടിക്കണം. കാരണം ഫുൾ ടാങ്ക് അടിക്കാനുള്ളത് കൊണ്ട് ഇപ്പം ഇതിൽ പെട്രോൾ തീരെ കുറവാണ്. ഞാനും പ്രിയയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ ബൈക്ക് ട്രിപ്പ് പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും മഴ വരുമല്ലോ. സത്യം പറഞ്ഞാൽ മഴ പെയ്യുന്നതാണ് നല്ലത്. കാരണം ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ചേട്ടാ, പെട്രോൾ ഫുൾ ചേട്ടാ, ഫുൾ മതി ചേട്ടാ, മതി. ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. 1457 അല്ലേ? ടോട്ടൽ 1487 രൂപയ്ക്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. 13.56 ലിറ്റർ. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
വണ്ടി എടുത്ത് ആദ്യമായിട്ടാണ് ഫുൾ ടാങ്കിന് പെട്രോൾ അടിക്കുന്നത്. വണ്ടി എടുത്തെന്ന് ഉദ്ദേശിച്ചാൽ ഇത് നമ്മൾ സെക്കൻഡ്സ് വാങ്ങിച്ചതാണ്, ഫ്രഷ് അല്ല. എത്രയായി നിൻ്റെയൊക്കെ ഫുൾ എത്രയായി? 1045. ആ നേരത്തെ പെട്രോൾ ഉണ്ടായിരുന്നല്ലേ. ഇനി പ്രത്യേകം കാഴ്ചകളൊന്നും കാണാനില്ല, നമ്മൾ നിർത്തിയേ പോകത്തുള്ളൂ. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നുള്ളതുകൊണ്ട് ഒരു 100 കിലോമീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 80 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് ഓരോ സ്റ്റോപ്പ് എടുത്ത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോകാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും. കാരണം നമ്മളങ്ങനെ എപ്പോഴും ട്രിപ്പ് പോകുന്ന ടീംസൊന്നും അല്ലല്ലോ. നമുക്കിപ്പോൾ ട്രിപ്പിൽ ആദ്യത്തെ മഴ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് റെയിൻകോട്ട് എടുത്തിട്ടിട്ട് കാണാം. ഇതാ അതിനകത്ത് വേറെ അത് നനയണ സാധനം. റെയിൻകോട്ട് വാങ്ങിച്ചാൽ ഉപയോഗിക്കാൻ പറ്റിയില്ലേ, എല്ലാ പ്രാവശ്യം വാങ്ങിച്ചാലും അകത്ത് വയ്ക്കാനാ. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൻകോട്ട്. എങ്ങനെയുണ്ട്? വിലയോ തുച്ഛം ഗുണമോ മിച്ചം. നിനക്കിതിൽ ഏത് വേണം? പച്ച വേണോ വെള്ള വേണോ? ഇതെല്ലാം റെക്കോർഡിംഗ് ആണേ. ഇവിടെ എല്ലാവർക്കും ഓരോരോ കളറായിരിക്കുകയാണ്. എനിക്ക് പച്ച, ഇത് വേറൊരു പച്ച, ഇവിടെ ഒരു പിങ്ക്, ഇവിടെ കളർലെസ്, ഇത് മഞ്ഞ. ലാലുൻ്റേത്, ഇത് ലാലുൻ്റെ അല്ലേ? ലാലുൻ്റെ വയലറ്റ് പർപ്പിൾ ആയത്. വയലറ്റ് ആണ്. ആ വയലറ്റ്. ശ്രുതി അവിടെ ഒരെണ്ണം തികയാത്തോണ്ട് രണ്ടാമത് പറഞ്ഞ എൻ്റെ ഇവിടെ ശ്രുതി 2 എണ്ണം തികയാത്തോണ്ട് ഒരെണ്ണവും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് വാങ്ങിച്ചത്? ആ എന്താ ഇത് നനഞ്ഞതിനകത്തോട്ട് ചിലപ്പോൾ ഈർപ്പം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം അകത്ത് ഇറങ്ങൂല. കവർ ചെയ്ത് വെച്ചിട്ട് അങ്ങ് കെട്ടിയാൽ മതി. ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ, ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഓക്കെ ആണ്. പോവാം. സമയം ഇങ്ങനെ അപ്പോൾ 6:37 നമ്മൾ കറക്റ്റ് ഇപ്പോൾ നിലമേലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല. ഇപ്പം നമ്മളിവിടെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം നമ്മൾ ഏതോ ടാങ്കിൽ വന്ന് വീണിട്ട് എണീറ്റ് വന്നതുപോലെ ഇവിടെയൊക്കെ പ്രളയമാണ്. ഈ ഒരു വണ്ടിയിൽ നിന്ന് മാത്രം ഏകദേശം ഒരു 6 ലിറ്റർ വെള്ളം റോഡിലോട്ട് ഒഴുക്കി വിട്ടിട്ടുണ്ട്. ഇതിന് കോർപ്പറേഷൻ പെറ്റി അടിക്കും കേട്ടോ. ഇതൊക്കെ എന്തോ നിന്റെ ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാം അകത്ത് ഒറ്റ തുള്ളി വെള്ളം വെളിയിൽ പോകില്ല. അങ്ങനെ നമ്മൾ ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൊട്ടാരക്കര എത്തിയിട്ട് കാണാം. നമ്മളിവിടെ റെയിൻകോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്, കാരണം ഇനി റെയിൻകോട്ടിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇപ്പം നമ്മൾ കറക്റ്റ് കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ചായ കുടിക്കാനുള്ള ഒരു കട കണ്ടുപിടിക്കണം. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ചവിട്ടാമെന്ന് വിചാരിച്ചാണ് നിന്നത്, പക്ഷേ നമ്മളത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് എത്തിപ്പോയി. ഇനി ബാക്കിലോട്ട് പോകാൻ വയ്യ. ഇനി ഫ്രണ്ടിൽ ഏതെങ്കിലും ചായക്കട കാണുമ്പോൾ അവിടെ നിർത്താം. നമ്മൾ എത്ര മണിക്ക് ചാലക്കുടി എത്തുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ജസ്റ്റ് കൂളായിട്ട് അങ്ങോട്ട് പോവാം. നമ്മളെന്തായാലും ഫാമിലി ആയിട്ട് പോകുമ്പം റിസ്ക് എടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പതുക്കെ പോവാം. നമ്മളവിടെ ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് റൂം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കണ്ട. ഈ സൈഡ് അത്രയും ചായക്കട കുറവാണ് കേട്ടോ. നമ്മൾ ഈ വന്ന വഴി അത്രയും കുറേ കുഴിമന്തിക്കട ഉണ്ട്. ചായക്കട എത്തിയിരിക്കുകയാണ്. തട്ടകം ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ കയറി ചായ, വിശാലമായ ലൈറ്റുകൾ. ഹായ്. കോഫി ഓട് 1 ഔട്ട്. ഇവിടെ നമുക്ക് കടി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഉള്ളിവട, പരിപ്പ് വട, ബജി, കാബജി, മുളക് ബജി,
ബ്രെഡ് അല്ലേ? ചേട്ടാ ഇതെന്തോ ചേട്ടാ? പക്കാവടയാണ്, പക്കാവട. അതെ അതെ. ഇതില് ഫില്ലിങ് എന്തോ ആണ് ചേട്ടാ? മാവ് മാത്രമാണോ? സവാള വേണ്ട 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 കേട്ടോ, വേണ്ട. ഉള്ളിവട, ഉള്ളിവട. എനിക്ക് ഉള്ളിവട. ഉള്ളിവടക്കാണ് ഫാൻസ് കൂടുതൽ. കോഫി കോഫി. ബൈ ബൈ. എല്ലാവരും കോഫി. ലഗേജ് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കൊണ്ടുവന്ന ഇതില് സോപ്പ് പെട്ടി, ബക്കറ്റ്. പഞ്ചാബി പോണ ഈ ട്രിപ്പ് നേരെ പഞ്ചാബിലോട്ട്. ഓ അയ്യോ, ട്രിപ്പ് ഫുള്ള് കോമഡിയാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ മറ്റേ തൂക്കിക്കൊല്ലാൻ പോകുമ്പോ ഒരു സാധനം ഇടൂലേ, സത്യം പറഞ്ഞ വീഡിയോയില് കണ്ടന്റ് ഇല്ലാതിരിക്കുക. കണ്ടന്റ് വന്ന് സഹായിച്ച് ശ്രുതിക്ക് വളരെയധികം നന്ദി. അയ്യോ, നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 92 കിലോമീറ്റർ ഉണ്ട് ഏറ്റുമാനൂർ. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഏറ്റുമാനൂരാണ്. ഓക്കെ, പോവാലോ അല്ലേ? ഇപ്പം 10:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ ഏറ്റുമാനൂരെത്തി. ഏറ്റുമാനൂർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 92 കിലോമീറ്ററോളം ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ചാലക്കുടി വരാം. നമ്മൾ ട്രിവാൻഡ്രം വിട്ടതിന് ശേഷം നമുക്ക് ഇതുവരെ മഴ കിട്ടിയിട്ടില്ല അല്ലേ? ഇവിടെ ഒന്നും ഒരു സ്ഥലത്ത് മഴയായിട്ടൊന്നുമില്ല. ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം ഇവിടെ ഏറ്റുമാനൂരിനടുത്തുള്ള പ്ലേ വേൾഡ് എന്ന് പറഞ്ഞൊരു, എന്തോ പറയാനാണത്, ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റം ഇതിനകത്ത് തന്നെ ഉണ്ട്. അകത്ത് പോയി ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. പ്രിയ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഓപ്ഷൻ കുറവായിരിക്കും, അതാണ് വേറൊരു പ്രശ്നം. നമുക്ക് അകത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അകത്ത് തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ചൈനീസ് ഐറ്റം, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഇതിനകത്ത് തന്നെയാണ്. എന്തോ വേണം? മസാല ദോശ നെഹി, നോ മസാല ദോശ. ആ, അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാം. എന്നിട്ട് നിനക്ക് അപ്പുറത്ത് തട്ടിന്ന് വാങ്ങിച്ചു തരാം. ഇത് മതി, വെജ് മിക്സ് നൂഡിൽസ്, വെജ് പനീർ മഷ്റൂം. ഏത് വേണം? വെജ് മിക്സ് നൂഡിൽസ്. വെജ് മിക്സ് നൂഡിൽസ്. അവിടെ നിന്ന് കുറച്ച് ഇടിയപ്പം പൊടിച്ചൊക്കെ തരാം. ഇടിയപ്പം പഞ്ചസാരയും കിട്ടിയാലും. ഇതൊന്ന് പറ, ഇതെന്തോന്നാണ്? അതിനെന്തോന്നാണ്? ഇടിയപ്പവും ക്യാരറ്റ്. ഇവിടെ വെജ് ഫ്രൈഡ് അല്ല, വെജ് നൂഡിൽസ്. ഇവിടെ പാൽക്കപ്പ ബീഫ്, ഇവിടെയും പാൽക്കപ്പ ബീഫ്. ലാലു ലാലു വെജീറ്റ എന്നൊക്കെ പറ. ലാലു ആ പയ്യന്റെ അടുത്ത് ഉടക്കണ കേട്ടോ, പെട്ടെന്ന് താടാ. അവർക്കെല്ലാവർക്കും കിട്ടും. പിന്നെ ബീഫ് കപ്പ എടുത്തിട്ട് അടിപൊളി അടിപൊളി. 92 കിലോമീറ്റർ. പറ. സൂപ്പർ, ഓസം. എങ്ങനെയുണ്ട്? ഇത് പിന്നാല അവിടെ പിന്നെ സെയിം അല്ലേ. ലാലു എന്റെ പേരെന്ന് പറഞ്ഞാണ് ഫജീറ്റ ബീഫ് ആൻഡ് ആ
എഗ്. ഇനി അത് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട്? ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കണം. കൊള്ളാം, വെറൈറ്റി ടേസ്റ്റ്, ഇതുവരെ കഴിക്കാതെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 92 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമ്മളെ അങ്കമാലിയാണ് ചാലക്കുടിയാണ് ചാലക്കുടി. അപ്പോൾ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. സമയം ഇപ്പം വെളുപ്പിന് 3:33 നമ്മളിതാ ഇവിടെ ചാലക്കുടി PWDയുടെ റെസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി. ഇനിയിപ്പോൾ ലഗേജ് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് കയറി കിടന്നൊന്ന് ഉറങ്ങണം. ഒരു 6 മണി 7 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയാലേ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇത്രയും ഓടിച്ച് വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ എത്ര മണിക്ക് എണീക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ അകത്തെ റൂമും കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പഴമ തുളുമ്പുന്ന ഏണിപ്പടികൾ ഏരിയ. വലിയ റൂമല്ലേ? 750 രൂപയ്ക്ക് ഇത് ലാഭമല്ലേ? ഇതിനകത്ത് ബാത്റൂം ഉണ്ടാ? ഒരു വലിയ ഹാളായിട്ടുള്ളൊരു ബാത്റൂമുകളാണ്. ആണ് ഈ റൂമിൽ. ഇനി ലേഡീസിൻ്റെ റൂം കൂടെ കാണിച്ചു തരാം. ഇതാണ് ലേഡീസിൻ്റെ റൂം. എടാ ഇത് ചെറുതാടാ റൂം, അതിൽ കാര്യമില്ല. നമ്മളതാണ് കിട്ടില്ല. 750 രൂപയ്ക്ക് ഇത് അത്യാവശ്യം നല്ല റൂമല്ലേ? AC റൂം എത്ര വെച്ച് പറഞ്ഞിരുന്നു? 1000 രൂപ. 1000 രൂപയ്ക്ക് AC റൂം, 750 രൂപയ്ക്ക് നോർമൽ റൂം. നമുക്ക് പിന്നെ നോർമൽ റൂം മതിയല്ലോ, ജസ്റ്റ് ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങാനുള്ള ഒരു റൂം, അത്രയും മതി. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നും ഇല്ലെന്നറിയാം, എന്നാലും ഇത് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നാളെയാണ് നമ്മൾ വാഴച്ചാൽ, മലക്കപ്പാറ, അതിരപ്പള്ളി ഇത് 3 കവർ ചെയ്യുന്നത്. നാളത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണും.